ാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്. ദേ TTRന്റെ ചെവുക്കുറ്റിക്ക് യുവതി അടിച്ചു എന്ന് പരാതി. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ട്രെയിനിൽ യാത്ര ചെയ്ത യുവതിയാണ് TTRുമായിട്ട് തർക്കത്തിൽപ്പെടുകയും അതിനുശേഷം അയാളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ദൃശ്യം ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട്. കാര്യം ഈ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ TTRനെ അടിച്ചതിന് ശേഷം ഡോറ് തുറന്ന് രണ്ടുപേരും പിടിവലിക്കിടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയ രണ്ട് ചെറുപ്പക്കാർ ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അതിന്റെ ദൃക്സാക്ഷികൾ തന്നെ നിങ്ങളോട് പറഞ്ഞു തരും. ഒരു സ്ത്രീ പിടിച്ച് TTR കയറി തല്ലിയടാ. ഞങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയിട്ട് ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വന്ന നേരെ കാണുന്നതും ഒരു സ്ത്രീ ആദ്യം മോശമായിട്ട് ഇയാളെ തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ആളിങ്ങനെ ഒഴിവാക്കി വിടാൻ നോക്കി, പക്ഷെ ഇയാൾ ചൂടായപ്പോ നേരെ കയറിയിട്ട് ഈ പെണ്ണ് ആളുടെ മുഖത്ത് ഒന്നാം കൊടുത്ത്. ഞങ്ങൾ എന്നിട്ട് പ്രശ്നം പിടിച്ചേക്ക് ഇവിടെ ഡോറ് തുറന്ന് വെക്കുന്നുണ്ട്, എന്താണ് പോകേണ്ടത് പുറത്തേക്ക്. എന്നിട്ട് ഞങ്ങള് കയറി പിടിച്ചു വെച്ച് പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ആൾക്കാരൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോ നമ്മൾ ആ ചേച്ചിയുടെ ഒപ്പം ഉള്ള പോലെയാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ ആ സ്ത്രീയുടെ കൂടെയുള്ളതല്ല, ഞങ്ങള് കൊച്ചി എറണാകുളത്ത് പോകുന്ന വഴിക്ക് നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു സ്ത്രീക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആണുങ്ങളെ വെറുതെ കയറി അങ്ങ് തല്ലാന്നൊക്കെ വിചാരിച്ച വേറെ ഒന്നും നടക്കൂല എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ TTR ഭാഗത്തായിരുന്നു ട്രെയിൻ മുഴുവൻ ആൾക്കാർ, അതിന്റെ കൂടെ സ്ത്രീകളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. TTR കൂടെ ആയിരുന്നു. കാരണം TTR എടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. എന്റെ വായിന്ന് വന്ന് തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാകുമ്പോൾ വിളിക്കുന്ന ചീത്ത ഇതുപോലെ വിളിക്കാറില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് എനിക്ക് ഏറ്റവും പ്രശ്നം എന്നറിയോ, അവൾ ഏറ്റവും അവസാനം പറഞ്ഞ ഡയലോഗ് ഉണ്ട്, പോലീസിനെ വിളിക്ക്, പോലീസിനെ വിളിക്കുന്ന പോലീസിനെ വിളിക്ക്, ഞാൻ പറഞ്ഞോളാം എന്നെ കയറി പിടിച്ചു വന്നു. കാരണം ഈ പെൺകുട്ടികളുടെ ഏറ്റവും മെയിൻ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞ സംഭവം അതാണ്. ആദ്യം കാണുമ്പോൾ നീ അവളുടെ കൂടാന്ന് വിചാരിക്കുള്ളൂ, കാരണം എന്ന് വെച്ചാൽ നീ അങ്ങനെ നിന്നത് അവിടെ. പക്ഷെ നീ സത്യം നീ ഇല്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണം വെളിയിൽ പോയേനെ. അപ്പൊ അതിന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ കേസും കാര്യങ്ങളൊക്കെ അതിന്റെ വൈകി നടക്കട്ടെ. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, ഞങ്ങൾ ആ സ്ത്രീയുടെ കൂടെ ഉള്ളതല്ല. ഈ ആ ഒരു വീഡിയോ കണ്ടിട്ട് അത് തെറ്റിദ്ധരിക്കല്ലേ. പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ എന്തിനു ഏതിനോ എവിടെയും കയറി ആരെയും തല്ലാമെന്നുള്ളതിന്റെ ലൈസൻസ് അല്ല എന്ന് വീണ്ടും പറയേണ്ടി വരികയാണ്. കാര്യം ആ യാത്ര ചെയ്തവർ ഒന്നടങ്കം പറയുന്നു TTRന്റെ ഭാഗത്താണ് ന്യായം. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ചെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കരണക്കുറ്റിക്ക് അടിക്കുന്നത് എന്ത് തരം മര്യാദയാണ്? അതാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ? ഇതാണോ ഹീറോയിസം അഥവാ പൊളി എന്നൊക്കെ നമ്മൾ പറയുന്നത്? കാര്യം ഇങ്ങനെയൊക്കെ കാണിച്ചാലേ കിടിലമാകൂ എന്ന് മറ്റുള്ളവർ പറയുന്നു. ആ മനോഭാവത്തിൽ സോഷ്യൽ മീഡിയയിലെ റീൽസും ഇൻഫ്ലുവൻസിംഗ് ഒക്കെ കണ്ടിട്ടാണ് ഈ തെമ്മാടിത്തരമൊക്കെ കാണിക്കുന്നത്. അകാരണമായിട്ട് ഏതെങ്കിലും ചെറിയ വിഷയത്തിൽ അതിനെ നോക്കി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് TTR. അത് റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്തെങ്കിലും കാരണം ചോദിച്ചാൽ അതിന് മറുപടി പറയുമ്പോൾ ഇമാതിരി കയ്യേറ്റം നടത്തുന്നത് ഒരുതരം ഗുണ്ടാ മനോഭാവമാണ്. എന്നിട്ട് പരാതി കൊടുത്താൽ നീ എന്നെ കയറി പിടിച്ചു എന്ന് ഞാൻ പറയും എന്ന് പറയുമ്പോൾ എത്രമാത്രം ഫ്രോഡ് മൈൻഡിന്റെ ഉടമയാണെന്ന് കൂടി അത് തെളിയിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ. സ്ത്രീ സംരക്ഷണ നിയമം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ചിലർക്ക് അതൊരു കവചമാണ്. എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് കാരണം ഈ നാട്ടിൽ യഥാർത്ഥ വിഷയത്തിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അകാരണമായി ഉപദ്രവിക്കുന്നവർ പറയേണ്ട വാചകം തെമ്മാടിത്തവും തോന്നിവാസവും കാണിച്ചിട്ട് TTRനോട് എന്നെ കയറി പിടിച്ചു എന്ന പേരിൽ കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ ചിലർ എങ്ങനെയാണ് വിദഗ്ധമായിട്ട് സ്ത്രീപക്ഷ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് എന്നുകൂടി ഈ ഉദാഹരണം തുറന്നു കാട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ട്രെയിനിൽ നിന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ TTRനെ ന്യായീകരിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ പക്ഷത്ത് എന്തോ ന്യായമുണ്ട്. ഇനി എന്ത് വിഷയമായിരുന്നാലും മറ്റൊരാളെ പബ്ലിക്കിൽ വെച്ച്, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ പബ്ലിക്കിൽ വെച്ച് അദ്ദേഹത്തിന്റെ കരണക്കുറ്റിക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഹീറോയിസ് ആയിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റില്ല. അതിനെ തെമ്മാടിത്തരമെന്ന് മാത്രമേ പറയാൻ കഴിയൂ.